എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം. നിന്ദന്തു നീതിനിപുണ യതി വാസ്തുവന്തു ലക്ഷ്മീ സമാവിശതു ഗച്ഛതു വാ യഥേഷ്ടം അദ്യൈവ വാ മരണമസ്തു യുഗാന്തരേ വാ ന്യായാത് പഥ പ്രവിചലന്തി പദം ന ധീരാഃ. നീതിശാസ്ത്ര പണ്ഡിതന്മാർ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യട്ടെ. ലക്ഷ്മി, അതായത് സമ്പത്ത്, വരികയോ പോകുകയോ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മരണം ഇന്ന് തന്നെ ഭവിക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരു യുഗത്തിലാകട്ടെ. എന്തു വന്നാലും നിശ്ചയദാർഢ്യമുള്ളവർ ന്യായമായ മാർഗത്തിൽ നിന്നും ഒരു ചുവട് പോലും മാറ്റിച്ചവിട്ടേയില്ല. ഈ കാലഘട്ടത്തിലും ഏറെ പ്രസക്തമായ ഒരു ശ്ലോകമാണ്. കാരണം അതാണ് പണ്ഡിതന്മാരെ കുറിച്ചും അതുപോലെ ദൃഢനിശ്ചയമുള്ളവരെ കുറിച്ചൊക്കെ പറയാനുള്ളതാണ്. ഏത് സമയത്ത് മരണം സംഭവിക്കാം, അതൊന്നൊരു പ്രശ്നമേ അല്ല. പണം വന്നാലും പോയാലും അതൊരു പ്രശ്നമല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ജനങ്ങളിൽ നിന്ന് നിന്ദ കിട്ടിയേക്കാം, ചിലപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നന്ദിയും കിട്ടിയേക്കാം. എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതിലൊന്നും വേവലാതിപ്പെടാതെ മുന്നോട്ട് ധൈര്യപൂർവ്വം പോവുക എന്നുള്ളതാണ് ഈ ഒരു സുഭാഷിതത്തിൻ്റെ പ്രത്യേകത. നിന്ദന്തു നീതിനിപുണാഃ യതി വാസ്തുവന്തു ലക്ഷ്മീ സമാവിശതു ഗച്ഛതു വാ യഥേഷ്ടം അദ്യൈവ വാ മരണമസ്തു യുഗാന്തരേ വാ ന്യായാത് പഥ പ്രവിചലന്തി പദം ന ധീരാഃ. നന്ദി, നമസ്കാരം.